ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ സ്മൃതി ഇറാനിയും ലക്നൌവിൽ രാജ്നാഥ് സിംഗും അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വൻ റാലിയായാണ് പത്രികാ സമർപ്പണം. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, റോഡ് ഷോയോടെയാണോ പത്രികാ സമർപ്പണം? വേണു, വൻ റോഡ് ഷോയുമായാണ് ഇരു നേതാക്കളും സ്മൃതി ഇറാനി അമേഠിയിലും ലക്നൌവിൽ രാജ്നാഥ് സിംഗും ഇന്ന് പത്രിക സമർപ്പിക്കുക. നിലവിലിപ്പോൾ അമേഠിയിൽ സ്മൃതി ഇറാനിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. വൻ ജനപങ്കാളിത്തത്തോടെയാണ് ഇപ്പോൾ റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അല്പസമയത്തിനും തന്നെ ഈ പത്രികാ സമർപ്പണം നടക്കും. അമേഠിയിൽ സ്മൃതി ഇറാനിയുടെ റോഡ് ഷോയിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളടക്കം രാജ്നാഥ് സിംഗിന്റെ റോഡ് ഷോയിലും പങ്കെടുക്കും. അതിനുശേഷം പത്രിക സമർപ്പിക്കും. നമുക്കറിയാം, അമേഠി രാജ്യമേറെ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ്. കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല. പക്ഷേ സിറ്റിംഗ് സീറ്റിൽ ഇക്കുറി സ്മൃതി ഇറാനി തന്നെ ഇറക്കി മണ്ഡലം നിലനിർത്താനാണ് BJP നീക്കം. അതിന്റെ ഭാഗമായി തന്നെ പ്രചരണത്തിൽ BJP ബഹുദൂരം മുന്നിലാണ്. ഇതുവരെ സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാതെ കോൺഗ്രസ് ചർച്ചകൾ തുടരുന്നൊരു സാഹചര്യമാണ് അമേഠിയിലുള്ളത്. എന്തായാലും ഏറെ രാഷ്ട്രീയ മത്സരം നടക്കുന്ന അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാകുമെന്ന ചർച്ചകൾ ഇപ്പോഴും തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക ഇന്നിപ്പോൾ BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി സമർപ്പിക്കുന്നത്. ഈ മാസം അടുത്ത മാസം 3-നകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മണ്ഡലത്തിലുടനീളം പ്രചാരണം ശക്തമാക്കാനാണ് BJPയുടെ നീക്കം. ഇന്ന് ലക്നൌവിൽ രാജ്നാഥ് സിംഗും സമാനമായ നിലയിൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പായി തന്നെ ക്ഷേത്രദർശനമടക്കം ഇപ്പോൾ രാജ്നാഥ് സിംഗ് സന്ദർശിച്ചിട്ടുണ്ട്. എന്തായാലും വൻ റോഡ് ഷോയുമായി തന്നെയാണ് ഈ ഇരു നേതാക്കളുടെയും നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഉണ്ടാവുക. ശരി, അമേഠിയിൽ റോഡ് ഷോയോടെ സ്മൃതി ഇറാനി പത്രികാ സമർപ്പണത്തിന് പോകുന്നു. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.